പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ 7 ഭീകരർ എന്ന അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നു. നമ്മുടെ വാർത്താ സംഘം ഇപ്പോൾ പഹൽഗാമിൽ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ പഹൽഗാമിലെ വിവരങ്ങൾ നേരിട്ട് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മുടെ ബൽറാം നെടുങ്ങാടിയുടെ നേതൃത്വമുള്ള ഒരു വാർത്താ സംഘമാണ് ഇപ്പോൾ പഹൽഗാമിൽ എത്തിയിട്ടുള്ളത്. ലഷ്കർ ഭീകരൻ സെയ്ഫുള്ള കസൂരിയാണ് ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്നാണ് വിവരം. അപകടകാരിയായ ഒരു ഭീകരവാദി തന്നെയാണ് ഈ സെയ്ഫുള്ള കസൂരി. കാരണം ഇന്ത്യയിൽ മതപരമായ വിഭജനം ഉണ്ടാക്കാൻ പോലും ലക്ഷ്യം വയ്ക്കുന്ന ഭീകരാക്രമണം നടത്താൻ നേതൃത്വം നൽകിയത് ഈ ലഷ്കർ ഭീകരൻ സെയ്ഫുള്ള കസൂരിയാണ് എന്നാണ് സുരക്ഷാ ഏജൻസികൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ബൽറാം, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പഹൽഗാം ടോട്ടലി സുരക്ഷാ ഏജൻസിയുടെ കവറിലാണ്. തീർച്ചയായും SKN, ഈ ഭീകരാക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സൈനികരെ പ്രദേശത്തേക്ക് വിന്യസിച്ചിരുന്നു. പോലീസിനാണ് ഭീകരാക്രമണത്തിന്റെ വിവരം ആദ്യം ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് ഇക്കാര്യം സുരക്ഷാ സേനയെ അറിയിച്ചു. ഇവർ ഉൾപ്പെട്ട ഒരു സംയുക്ത സംഘമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിയത്. ഇതിന് പിന്നാലെ ഈ ഭീകരാക്രമണത്തിന്റെ ഒരു ആഘാതം വ്യക്തമായ ഘട്ടത്തിൽ കൂടുതൽ സൈനികരെ CRPF ജവാന്മാരെ അടക്കം ഈ പ്രദേശത്തേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. അത് ഭീകരവാദികൾ വേണ്ടിയുള്ള തെരച്ചിൽ അടക്കം നടത്തുന്നതിന് വേണ്ടിയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ തന്നെ ഏതാണ്ട് ഈ മേഖല പൂർണ്ണമായും സുരക്ഷാ സേന വളഞ്ഞ നിലയിലാണ്. ഈ ആക്രമണത്തിന് ശേഷം ഭീകരർ സമീപത്തുള്ള വനമേഖലയിലേക്ക് കടന്നു എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനമേഖലയെ ഉൾപ്പെടുന്ന പ്രദേശം പൂർണ്ണമായും വളഞ്ഞുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ് സുരക്ഷാ സേന. ഈ തെരച്ചിൽ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ തന്നെ സ്വാഭാവികമായും ജമ്മു കശ്മീരിലെ കനത്ത സുരക്ഷ ഈ പ്രദേശത്തിന്റെ ഒരു തന്ത്രപ്രാധാന്യവും ഒപ്പം തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരവാദ സാന്നിധ്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. അത് ഭീകരവിരുദ്ധ ഓപ്പറേഷന് വേണ്ടിയുള്ള പ്രത്യേക സംഘങ്ങളെ ഉൾപ്പെടെ വിന്യസിച്ചിരിക്കുന്നു. മേഖല പൂർണ്ണമായും സൈന്യം വളഞ്ഞ നിലയിൽ തന്നെയാണ്. ഒപ്പം തന്നെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സംഘവും ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഈ സംഘങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമായും ഭീകരവാദികൾ എത്തിയത് എങ്ങനെ, അവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തി, ഇത് ആസൂത്രിതമായി തന്നെയാണോ ആക്രമണം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആക്രമണം നടത്തിയത് 7 ഭീകരവാദികളാണ്. ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിൽപ്പെട്ട 7 ഭീകരവാദികളാണ് എന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവർ 2 സംഘങ്ങളായാണ് ഇവിടേക്ക് എത്തിയത് എന്നും ഉള്ള വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നോ, എന്തുകൊണ്ട് അവർ ഈ വിനോദസഞ്ചാരികളെ തെരഞ്ഞെടുത്തു, അതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരുന്നുണ്ട്. NIA സംഘം ഈ കേസ് ഏറ്റെടുക്കും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചതാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനാ നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. NIA സംഘം ഒരു സംഘം ശ്രീനഗറിൽ ഇന്ന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ ആക്രമണം നടന്ന പ്രദേശത്തെ ഈ NIA സംഘം പരിശോധന നടത്തും. തുടർന്നുള്ള മറ്റ് നടപടികളിലേക്കും അവരുടെ പ്രാഥമിക നിഗമനങ്ങളിലേക്കും കാര്യങ്ങൾ എത്തുക. അതേസമയം സുരക്ഷാ സേന തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ഉന്നതർ ജമ്മു കശ്മീരിൽ ശ്രീനഗറിൽ തന്നെ തുടരുന്നു. ഇന്ന് ഈ പ്രദേശത്ത് ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട്, സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സുരക്ഷാ ക്രമീകരണങ്ങൾ, നിലവിലുള്ള ജമ്മു കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഭീകരവാദികൾക്ക് ഇവിടെ എത്തി ആക്രമണം നടത്താൻ എന്തുകൊണ്ട് സാധിച്ചു, ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. തുടർന്ന് അത്തരത്തിൽ വീഴ്ച കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ, ഒപ്പം തന്നെയാണ് ഭീകരവാദികൾക്കെതിരായ നടപടികൾ, നിലവിലെ ഈ ആക്രമണം നടത്തിയ ഭീകരവാദികളെ കണ്ടെത്തുക, ഒപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അതിനായുള്ള തന്ത്രങ്ങൾ അത് നിലവിലെ സാഹചര്യത്തിൽ
സ്വാഭാവികമായും വെല്ലുവിളി നേരിടുന്ന ഒന്ന് തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഈ വിനോദസഞ്ചാരികൾ ഇപ്പോഴും 10,000-കണക്കിന് പേർ ഉണ്ട്. ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സീസണാണ്. രാജ്യത്തെ ഉത്തരേന്ത്യൻ മേഖലയിൽ പ്രത്യേകിച്ച് ചൂടിലേക്ക് കടന്ന ഒരു സമയമാണ്. ജമ്മു കശ്മീരിൽ ഏറ്റവും നല്ല കാലാവസ്ഥ, മനുഷ്യന് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥ യാണ് ജമ്മു കശ്മീരിൽ ഇപ്പോഴുള്ളത്. കൂടാതെ ജമ്മു കശ്മീരിലെ തന്നെ വിവിധ മേഖലകളിലുള്ള ഈ മനോഹരമായ താഴ്വരകൾ, പുൽത്തകിടികൾ, പൈൻ മരങ്ങൾ എന്നിവയെല്ലാം തന്നെ ദൃശ്യങ്ങൾ ഈ ഘട്ടത്തിലായിരിക്കും കാണാൻ കഴിയുക. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം മഞ്ഞു മൂടിയ ഈ താഴ്വരകളും പുൽമേടുകളും ഇപ്പോൾ കാണാൻ കഴിയുന്ന തരത്തിൽ ഈ മഞ്ഞ് ഒഴിഞ്ഞ് മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് കൂടുതലായി വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നതും. ഇത് കണക്കാക്കി തന്നെ ഭീകരവാദികൾ ആക്രമണം നടത്തി എന്നാണ് പ്രാഥമികമായ ഈ അന്വേഷണ ഏജൻസികളുടെ ഒരു നിഗമനം എന്നുള്ളത്. സാധാരണ നിലയിൽ ജമ്മു കശ്മീരിലേക്ക് ഭീകരവാദികൾ അതിർത്തി കടന്ന് എത്താറുള്ളത് മഞ്ഞുകാലത്തിൻ്റെ തുടക്കത്തിലാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം. ഈ സമയത്ത് അതിർത്തി മേഖലകളിലുള്ള ഇവർക്ക് നുഴഞ്ഞു കയറാൻ അനുകൂലമായ സാഹചര്യം മുതലെടുക്കുകയാണ് പതിവ്. എങ്കിൽ ഇത്തവണ ഇത്തരത്തിൽ ഒരു വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകരവാദികൾ ആക്രമണം നടത്തിയിരിക്കുന്നു. അത് ഇവിടുത്തെ ടൂറിസ്റ്റ് സീസണിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ പോലും ബാധിക്കുന്ന ഒന്നായാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് മെഴുകുതിരി പ്രതിഷേധം ഉൾപ്പെടെ ജമ്മു കശ്മീരിലെ ഈ പെഹൽഗാമിൽ നിവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് എന്നുള്ളത് വിനോദസഞ്ചാരികളിൽ നിന്നുള്ള വരുമാനം തന്നെയാണ്. അതിനാണ് ഈ ഒരു സംഭവം ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ സമാധാനത്തിലേക്ക് നീങ്ങുന്നു കശ്മീർ എന്നതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ഇത്തവണ വളരെ വർദ്ധിച്ചിരുന്നു. അതെല്ലാം തന്നെ വളരെ പ്രതീക്ഷയിലായിരുന്നു ജമ്മു കശ്മീരിലെ ജനങ്ങൾ. അതിനാണ് ഇപ്പോൾ വലിയ ആഘാതം അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടെ കരിനീഴിൽ വീഴ്ത്തിക്കൊണ്ടുള്ളതാണ് ഈ ഒരു ആക്രമണം. സമീപകാലത്ത് കണ്ട ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിൽ ഒന്നാണ് നമുക്ക് ജമ്മു കശ്മീരിൽ കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്.